സത്യം പറഞ്ഞതപ്പം നിങ്ങളടുത്ത് സംസാരിക്കാൻ തന്നെ ഒരു വയ്യായി കണ്ട് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാത്തതിൻ്റെ ചിലപ്പോൾ കാണും, പക്ഷേ ഇപ്പം ഇന്ന് കാണാൻ സാധ്യതയില്ല. ഞാനിപ്പം ഇത് നമ്മുടെ ലൈവ് കഴിഞ്ഞ് കുറച്ച് നേരം പോയി കിടക്കും. പിന്നെ ഋഷിയുടെ വിഷമമൊക്കെ മാറിക്കാണും. ഋഷിയുടെ വിഷമം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവന് ഭയങ്കര വിഷമമായെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്തിട്ട് ആ വിഷമം മാറ്റണം എന്നാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത് കേട്ടോ. അൻസി ബ്രദർ എവിടെ? പ്രവി പുറത്താണ്, എത്തിയിട്ടില്ല. പ്രജി, അൻസീബ്, അഭിഷേക്, ജിൻഡു, ഋഷി കോമ്പ് പൊളിയായിരുന്നു നിങ്ങളുടെ കോൺവെർസേഷൻ. ചേച്ചി ഞാനത് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഭയങ്കര രസമുള്ള കോൺവെർസേഷൻ ആയിരുന്നു. ഞാൻ കുറേ കമൻസൊക്കെ കണ്ടു, പരദൂഷണം അത് ഇതെന്നൊക്കെ. ഞാനെന്താ പറയണ്ടേ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കതേ പറയാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുമില്ല. കാണുമ്പോൾ വിഷമമുണ്ട്. ഞാനെപ്പോഴും പറയുന്ന പോലെ ഞാൻ ചെയ്ത കാര്യമാണെങ്കിൽ ഞാൻ നെഞ്ചും വിരിച്ച് പറയും ഞാൻ ചെയ്തതാണെന്ന്. അതെന്ത് ചെയ്താലും. ചെയ്യാത്ത കാര്യം പറയുന്നതാണ് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളതും അല്ലെങ്കിൽ വിഷമം വരുന്ന കാര്യം. അപ്പോൾ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വിഷമമുണ്ട്. പക്ഷേ പറയുന്ന ആൾക്കാരെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എന്ത് ചെയ്യാനാ. പറയട്ടെ എന്ന് വയ്ക്കണം. അബി വെങ്ങര, അൻസി, അബി ഫ്രം ദുബായ്. ഹായ് അബി, ഹവ് യു, ഹോപ്പ് യു ഫൈൻ. ചേച്ചി ഇപ്പോൾ എവിടെയാ? ജെനി, ഞാനിപ്പോൾ ആ വീട്ടിലാണ്, കൊച്ചിയിലാണുള്ളത്. നേഹ വിയൻ, അൻസിബ ചേച്ചി എന്ന് വെച്ചിട്ടുണ്ട്. ഹായ് നേഹ. ഉമ്മ ഹാപ്പിയാണോ? ഗോപിക, ഉമ്മ ഹാപ്പിയാണ് കേട്ടോ. ഉമ്മ എന്ത് പറയുന്നു? അൻസി ലവ് യു അൻസിക്കുട്ടി. ഉമ്മ സുഖമായിട്ടിരിക്കണം. ചേച്ചി ഹായ്. നീരജ, ഹായ് നീരജ. കല്ലായി ഉണ്ടോ അഭിഷേക്? ഇല്ല കല്ലായിലല്ല, ഞാൻ ഇപ്പം കൊച്ചിയിലാട്ടോ. ഡാൻസ് പൊളിയാണ് നീലു. താങ്ക് യു സോ മച്ച്. 1 വീക്ക് എന്ന് കരുതി തന്ന അൻസി ഇത്രയും ദിവസം ഒത്തിരി പേര് സപ്പോർട്ട് ഉണ്ടാകുന്നത് ചേച്ചിയുടെ വിജയം തന്നെയല്ല. സത്യമായിട്ടും വിജയമാണ്. എഴുതിയ ആളുടെ പേര് വായിക്കാൻ പറ്റിയില്ല കേട്ടോ, സോറി. ചേച്ചി പൊളിയായിരുന്നു. റിയൽ ഗെയിമർ. ജാൻസി, താങ്ക് യു ജാൻസി, താങ്ക് യു സോ മച്ച്. ഹായ് അൻസി. മിസ്റ്റർ സുധി ദ എഫ്രോഡ് റൈഡർ. ഹായ് സുധി. ഔട്ടാവുമെന്ന് ഇത്ര പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ എല്ലാ പ്രാവശ്യവും എവിക്ഷനിൽ നിൽക്കുമ്പോൾ ഞാനിപ്പോൾ പോകുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നിന്നുകൊണ്ടിരുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ വിഷമമില്ലാതെ നിന്നത്. കാരണം അവിടെ എല്ലാവരും ഞാൻ അത്ര പെർഫോമൻസ് പോരാ അല്ലെങ്കിൽ ഗെയിമർ അല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ പറയാറുണ്ട്, ചെയ്തിട്ടുണ്ട് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഫിസിക്കൽ ടാസ്ക് ഞാൻ അവരുടെ അടുത്തും പറയാറുണ്ട്. അവരുടെ ഇത്രയും ഫിസിക്കൽ ടാസ്ക് ചെയ്യാൻ കഴിവുള്ള ഒരാളൊന്നും അല്ല ഞാൻ വേണമെന്ന് വെച്ചാൽ ചെയ്യാത്തതുമല്ല. ചെയ്യാൻ പറ്റണല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ അത് പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം. അപ്സര എവിക്ഷൻ ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്ത്, ബട്ട് അൻസി എവിക്ഷൻ ഷോക്കിംഗ്, അൺഫെയർ. നിങ്ങൾ എൻ്റെ എവിക്ഷൻ അൺഫെയർ എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും നിങ്ങളങ്ങനെ പറയണത്. ഒരുപാട് നന്ദിയുണ്ട് എന്നെ അത്രയും സ്നേഹിക്കുന്നത്. വിച്ച് ലിപ്സ്റ്റിക് ലുക്സ് ഗുഡ്? ഇത് ഇതിൻ്റെ ആയിരുന്നു, ലോറിയലിൻ്റെ റെഡ്. സാരമില്ല മിസ്റ്റർ സുധി, ഇത്രയും പിടിച്ച് നിന്നല്ലോ, അതാണ് വിജയം. താങ്ക് യു. ഞാനും അതന്നെ വിചാരിക്കണം, ഞാൻ ഇത്രയും നിന്നല്ലോ. കാരണം ഞാൻ 2 ആഴ്ച മാക്സിമം നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് പോയതാ. പഠിച്ച സഹായിച്ച് ഇത്രയും നിൽക്കാൻ പറ്റി, അതൊരു ഭാഗ്യം. പിന്നെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ അതിനകത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ഓരോ പ്രാവശ്യം ഞാൻ ഇന്നാവണം എന്നുള്ളത്. കാരണം എല്ലാവരും പറയും മനസ്സിപ്പോൾ എങ്ങനെ ഇന്നാവണം. അപ്പം ഞാനും എനിക്കുണ്ടായിരുന്നു ആ ഒരു ക്യൂരിയോസിറ്റി. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തോണ്ടാ, താങ്ക് യു. ഹായ് പറയുമോ പ്ലീസ്? പ്രീതി ഏഞ്ചൽ, ഹായ് പ്രീതി. ഋഷീനെ സപ്പോർട്ട് ചെയ്യുമോ ശ്രേയ? പിന്നെ ഋഷീനെ സപ്പോർട്ട് ചെയ്യാതെ, ഋഷീനല്ല ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഋഷിയെ തന്നെ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. ആര്യ മോഹൻസ്, ഉമ്മ ഹാപ്പിയല്ല? ഉമ്മ ഹാപ്പിയാണ്, ഒരുപാട് ഹാപ്പിയാണ്. യു ഓൺ ആ ഹാർട്ട്സ് ലവ് ഫ്രം ലക്ഷദ്വീപ്. താങ്ക് യു ലക്ഷദ്വീപിലുള്ളവർക്ക് ഒരുപാട് നന്ദി കേട്ടോ. ഹലോ അൻസിബ, നിങ്ങളുടെ വീട് എവിടാണ്? അഫില, ശരിക്കും കോഴിക്കോടാണ്, ഇപ്പോൾ കൊച്ചിയിലാണ്. അൻസി ഒന്നും വിചാരിക്കരുത്. ജിൻഡോ എടുക്കും. ഹനീഫ ജിൻഡോയും ഒരു ഡിസേർവിങ് പേഴ്സൺ ആണ്. ഞാൻ ഒരിക്കലും ജിൻഡോ ഡിസേർവിങ് പേഴ്സൺ അല്ല എന്ന് പറയേയില്ല. ഞാൻ പറയാറില്ല, ജിൻഡോ അവിടെ എപ്പോഴും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. ജിൻഡോ കപ്പടിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. എൻ്റെ ഒരു ആഗ്രഹമാണ്. ഋഷിയും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം ആർക്കാണ് കപ്പ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അവരുടെ കയ്യിലെത്തിക്കുക എൻ്റെ ആഗ്രഹം. ഋഷി കപ്പ് എടുക്കണമെന്നുണ്ട്. The last 2 weeks your performance is awesome, Prijo. Thank you, Prijo.
വയനാടൻ അൻസിബ സാരല്ലേ പോട്ടെ. താങ്ക് യു കേട്ടോ. ഋഷി എൻ്റെ അടുത്ത് പറയണവരുണ്ട്, സാരല്ലടി പോട്ടെ. ഞാൻ ഓരോന്ന് വിഷമിച്ച് പറയും, വേണം ഒരു ഗെയിമെങ്കിലും ജയിച്ചാൽ മതിയായിരുന്നു അതൊക്കെ പറയുമ്പോൾ അവൻ്റെ അടുത്ത് പറയും സാരല്ലടി പോട്ടെ എന്നൊക്കെ. അതുപോലെ നിങ്ങളും എൻ്റെ അടുത്ത് പറയണുണ്ട്. ഒരുപാട് സന്തോഷം ഇങ്ങനെയൊക്കെ പറയണേൽ. എൻ്റെ സൗണ്ട് ഇച്ചിരി ഇങ്ങനെ ഒരു എനർജി ഇല്ലാത്തതുകൊണ്ടൊന്നും വിചാരിക്കല്ല കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ രാത്രി വന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ആക്ച്വലി. അതുകൊണ്ടാണ് ഇത്രയും ടയർഡ്നെസ്. ഞാൻ കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ഇട്ട് വന്നതാണ് സംസാരിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത്. പിന്നെ ബിഗ് ബോസിൽ പാർഷ്യാലിറ്റി കാണിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? ഐ ഷാഡോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഓരോ സമയത്ത് ഇങ്ങനെ നമ്മൾ വിചാരിക്കും നല്ലതാണെന്ന്, പക്ഷെ നമുക്ക് അത് തെറ്റാണെന്ന് പറഞ്ഞിരുമ്പോൾ കൺഫ്യൂഷൻ ആവാറുണ്ടായിരുന്നു. അത് തെറ്റായിരുന്നോ എന്നൊക്കെയുള്ള തോന്നൽ എനിക്കുണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോഴും വന്നിട്ട് ഞാൻ എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഉള്ള കുറേ റീൽസൊക്കെയാണ് കണ്ടത്. ഇനി വേണം ഒന്ന് ഫ്രീ ആയിട്ടെല്ലാം കാണാൻ. പക്ഷെ അതെപ്പോഴാണ് കാണാൻ പോകണമെന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല. ടയർഡ്നെസ് ഒക്കെ ഒന്ന് മാറട്ടെ. ചേച്ചി ലവ് യു നീരജ, ലവ് യു ടു. ചേച്ചി സൂപ്പറാണ് പ്രീതി. താങ്ക് യു സോ മച്ച്. ഹരിത ഒരുപാട് മിസ് ചെയ്യുന്നു. താങ്ക് യു ഹരിത. ചേച്ചിയുടെ വോയിസ് സൂപ്പറാണ് പത്തു. താങ്ക് യു. ദുബായിൽ വന്നോ? ഇല്ല, വന്നിട്ടില്ല കേട്ടോ. ദുബായിലേക്ക് ഞാൻ വീട്ടിലെത്തിയുള്ളൂ. ഇവിടെ കുറച്ച് ദിവസമൊക്കെ നിന്ന് ഒന്ന് ഹാപ്പിയായി, ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ഞാൻ ജോലിക്ക് തിരിച്ചു കയറുള്ളൂ. ചേച്ചി എന്താണ് ഫൈനൽ എപ്പിസോഡ്? എനിക്ക് തോന്നുന്നത് ജൂൺ 17 തോന്നുന്നു. സ്മൈൽ ഗിഫ്റ്റ്. താങ്ക് യു. സജിന സച്ചു. താങ്ക് യു സജിന. പ്രിയ യു ആർ എ ജം. താങ്ക് യു. ഐ ഹോപ്പ് യു ടു. ചേച്ചി സൂപ്പറാ. സൽമ അബൂബക്കർ. താങ്ക് യു സൽമ. ഒരുപാട് സന്തോഷം കേട്ടോ. അഭിഷേക് സപ്പോർട്ട്. ഓക്കേ. അഭിഷേക് നല്ല കണ്ടസ്റ്റൻ്റ് ആയിട്ട്, നല്ല മനുഷ്യനാണ്, നല്ല വ്യക്തിത്വമുള്ള ഒരാളാണ്. മുടിയൻ ഓൺ ഫയർ. മുടിയൻ ഭയങ്കര ഫയറിലാണ്. അവൻ നോമിനേഷനൊക്കെ ചെയ്യുന്നത് കണ്ട് ഞാൻ തന്നെ കോരിത്തരിച്ച് ഞാൻ അതിൻ്റെ ക്ലിപ്പ് കണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവൻ ശരിക്കും നന്നായിട്ട് ഗെയിം കളിക്കുന്ന, നന്നായിട്ട് ടാസ്ക് ഒക്കെ ചെയ്യുന്ന ആളാണ്. അവൻ്റെ ഇന്നസെൻസാണ്. അതിപ്പോൾ ഗെയിമിന് വേണ്ടി അവൻ്റെ ഇന്നസെൻസ് അവന് കളയാൻ പറ്റില്ലല്ലോ. അത് അവൻ്റെ ക്യാരക്ടറിലുള്ളതാണ് അവൻ്റെ ഇന്നസെൻസ്. ആ ഇന്നസെൻസും വെച്ച് അവൻ അവിടെ ഇത്രയും ദിവസം നിന്നെങ്കിൽ അത് ഋഷിയുടെ കഴിവ് തന്നെയാണ്. നിങ്ങളെല്ലാവരും അവന് കൊടുത്ത സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് എപ്പോഴും കൊടുക്കുക. എൻ്റെ നെയിം പറ. അനു എക്സ്. എൻ്റെ വീട്ടിൽ അനു നാട്ട് വിളിക്കാനു. ഋഷി സൂപ്പർ. ആർമിസ്. Enjoying our content, please subscribe and the notification bell to never miss our latest videos. Thanks for watching Social Live.